ടൈം ഇത്രയേ ആയുള്ളൂ. എൻ്റെ ഇന്നലത്തെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ദേ, ഉള്ളിൽ ഡ്രസ്സ് പോലും ഇല്ല. ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും ഇട്ടേച്ചു വരാം. ആ, എൻ്റെ നാട്ടു എന്ത് വേദനയാ. കിടക്കുന്ന കണ്ടില്ലേ? ഉറങ്ങുമ്പോ എന്ത് പാവാ. എണീച്ചാലോ? വേണ്ട വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഞാൻ എൻ്റെ കണ്ണനെ കെട്ടിപ്പിടിച്ച് കിടന്നോളാം. ആഹാ, ഡാഡി അമ്മയും എണീച്ചില്ലേ? കണ്ണാനായിരുന്നു ഫസ്റ്റ് എണീച്ച. ഇവർ രണ്ടുപേരും ഉറങ്ങുമല്ലേ? ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കട്ടെ. ലച്ചമ്മ എണീച്ചിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ് ലച്ചമ്മേ. അച്ഛമ്മയുണ്ടോ അവിടെ? ആഹാ, അച്ഛമ്മയുടെ കണ്ണൻ ഇന്ന് നേരത്തെ എണീറ്റോ? എവിടെ നിന്റെ അമ്മ? അമ്മയും ഡാഡി എണീച്ചില്ല അച്ഛമ്മേ, ഉറങ്ങുവാ. ആണോടാ? എന്നാ വാ, അച്ഛമ്മ ഫ്രഷ് ആക്കി തരാം. വാ. വേണ്ട അച്ഛമ്മേ, അമ്മയും ഡാഡി എണീക്കട്ടെ, ഞാൻ അമ്മയുടെ കൂടെ ഫ്രഷ് ആയിക്കോളാം. ഓ, അവനും അവൻ്റെ ഒരു അമ്മയും. നിന്റെ അമ്മ ഇല്ലാത്തപ്പം ഞാനാ നിന്നെ നോക്കിയതെന്ന് നീ മറക്കണ്ട കണ്ണാ. ആ, അത് ശരിയാ. എന്നാലും വിളിച്ചു, അവൻ്റെ അമ്മ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാലോ. എന്ത് ക്യൂട്ടാ. ഉറങ്ങുമ്പോ പോലും എന്ത് രസാണോ നിന്നെ കാണാൻ. ഇവ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നോക്കി കിടക്കുക, എണീക്കുന്നില്ലേ? നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? അതെ, നല്ല ക്ഷീണമുണ്ട്. എന്നാ ബാ, നമുക്ക് രണ്ടുപേർക്കും ഒന്നുകൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. ആദ്യം ഞാൻ ടൈം എത്രയായി നോക്കട്ടെ. കൃഷ്ണ, 10 മണി കഴിഞ്ഞ. 10 മണിയല്ലേ? നീ ഇങ്ങ് വന്നേ മുത്തേ. ഡാഡി, അമ്മ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? അയ്യോ കണ്ണ. ആ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ കിസ് ചെയ്തല്ലേ. അപ്പൊ നിങ്ങളുടെ പിണക്കം മാറിയല്ലേ? ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയാൻ പോവാ അമ്മ. കണ്ണ, അമ്മയുടെ മോനിങ് വന്നേ. എന്താ അമ്മ, വേഗം പറ, എന്നിട്ട് വേണം എനിക്ക് ഈ കാര്യം എല്ലാവരുടെ പറയാന്. കണ്ണ, അത് എന്തിങ്ങനെ നോക്ക് നിങ്ങൾ? എന്തിനൊന്ന് പറ സാർ. ഞാൻ എന്ത് പറയാ? ആ കണ്ണ, അമ്മയുടെ കണ്ണിൽ ഒരു കരട് പോയി. അത് ഡാഡി നോക്കിയതാടാ. അല്ലല്ലോ, ഞാൻ കണ്ടതാ. ശരിയാണോ അമ്മ? ഏയ് അല്ല കണ്ണ, ഡാഡി പറഞ്ഞതാ ശരി. എന്നാ ഓക്കെ. എന്നാലും മമ്മയും ഡാഡിയും തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല കണ്ണ. ഓക്കെ, ഡാഡിയും അമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് എനിക്കിവിടെ എല്ലാവരുടെ പറയണം. എന്നെ വേഗം ഫ്രഷ് ആക്കി താമ്മ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഫ്രഷ് ആവാം. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാലോ. വേഗം വാ. നിനക്കിപ്പോ എന്നെ അറിയത്തേ ഇല്ല അല്ലേടാ കണ്ണ? ഇവ ഇവിടെ നിൽക്കുമായിരുന്നു. ഇങ്ങോട്ടാ. അല്ല, എന്താണ് സാറിന്റെ ഉദ്ദേശം? സാർ റാം എന്ന് വിളിക്കും. എന്താ പറ്റില്ലേ? അമ്മ, ഡാഡി. കണ്ണന്റെ സൗണ്ട് അല്ലേ അത്? കേട്ടിട്ടെന്ന് തോന്നുന്നു. കുറുമ്പിച്ചിട്ട് കൂടുതലാ, ഞാൻ എടുത്തോളാം. വാ, എന്തിനാ വിളിച്ചതെന്ന് നോക്കിയിട്ട് വരാം. കണ്ണ, എന്താടാ പ്രശ്നം? അമ്മയ്ക്കിപ്പോ എന്നോട് ഒട്ടും സ്നേഹമല്ല. ഞാൻ പറയുന്ന ഒന്നും അമ്മ കേൾക്കുന്നില്ല. നിന്നോട് മാത്രമല്ല കണ്ണ, എൻ്റെ അടുത്തും അമ്മയ്ക്ക് ഒട്ടും സ്നേഹമില്ല. എന്താടി ഉണ്ടക്കണി? ഉണ്ടക്കണി ഞങ്ങളുടെ മറ്റവർ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താ കണ്ണ?
എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കുഞ്ഞനിയത്തി കുഞ്ഞനിയനുണ്ട്, എനിക്ക് മാത്രമില്ല. അതിന് അവർക്കൊക്കെ കുഞ്ഞനിയനെ അനിയത്തിനെ കൊടുത്തത് അവരുടെ അമ്മ. എനിക്ക് എൻ്റെ അമ്മ തരാത്ത. എന്ന് കരുതി കണ്ണന് ഇഷ്ടമില്ലാന്നാ? ഇഷ്ടമാണെങ്കിൽ അവൻ പറഞ്ഞ നീ സാധിച്ചു കൊടുക്ക്. ആ, കണ്ണൻ പറഞ്ഞെടുത്ത് ന്യായമുണ്ട്. അവന് ഒരു അനിയൻ വേണമെന്നൊക്കെ ഇല്ലേ ഇവ? ആ, ആരടുത്ത് നീ പറയുന്നേ? ഇവളെടുത്തോ. ഭൂമി തിരിഞ്ഞാലും ഇവളത് സമ്മതിക്കില്ല. ഓ, ഇയാള് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടാ 4 പേര് ഇവിടെ എന്താണ്? അത് പിന്നെ അമ്മ. ഏയ് ഒന്നുമില്ല ആൻറ്റി, ഒന്നുമില്ല. കണ്ണ വാ, നമുക്ക് പോകാം. ഓഫീസിലെ കാര്യമൊക്കെ എങ്ങനെ? ആ, അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഡാഡി. ഈ മാസം സ്റ്റാഫ് മീറ്റിംഗ് വച്ചിരുന്നു. ആ ഡാഡി, കഴിഞ്ഞ ഫ്രൈഡേ. അല്ല, ഞാൻ രാമൻ്റെ അടുത്താ ചോദിക്കുന്നേ. നീയാണല്ലോ പറയുന്നേ. ആ, നല്ല ആളടുത്ത ഡാഡി ചോദിക്കുന്നത്. മാരേജ് കഴിഞ്ഞിട്ട് ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. വീട്ടിൽ വെറുതെ ചൊറയും കുത്തിയിരിക്കുക. ഓ, നിനക്കൊരു കൊച്ചു ചേഞ്ച് കാരണം നീ ഓഫീസിലോട്ട് വന്നതേ ഇല്ലല്ലോ. ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ശരി, ഗുഡ് നൈറ്റ്. വേണ്ട, അമ്മ എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കണ്ണ എന്താണ് ഇങ്ങനെ? നീ പറയുന്ന പോലെ പെട്ടെന്നൊന്നും നടക്കത്തില്ല. വേണ്ട അമ്മ, അമ്മ എനിക്കൊരു വാവേ തരൂല, എനിക്കറിയാം. ഞാൻ പോവാ. എല്ലാം ഇരുന്ന് എന്നെ അങ്ങ് കളിയാക്കുക. അല്ല, ഇവിടെ എന്താ? ഡാഡി വന്നോ? ഇവിടെ ഒന്നുമില്ല ഡാഡി, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. കണ്ണ, എന്താടാ? പറ, ഡാഡിയോട് പറ. ഡാഡി, എനിക്കൊരു കുഞ്ഞനിയനാനിയത്തി വേണം, പക്ഷെ അമ്മ തരില്ല. കണ്ണ, നിനക്കൊരു വാവയല്ലേ വേണ്ടേ? ഈ അച്ഛനും അമ്മയും നിനക്കത് തന്നിരിക്കും. ഇപ്പോൾ എൻ്റെ പൊന്നുമോൻ ചെന്ന് കിടക്ക്. ആണോ ഡാഡി? അപ്പോ എനിക്ക് കുഞ്ഞാവെ തരുമോ? പറ അമ്മ, അമ്മ എനിക്ക് കുഞ്ഞാവെ തരുമോ? അതെ അതെ, ഇപ്പൊ എന്റെ മോൻ ചെന്ന് കിടന്നേ, ചെല്ല്. ഓക്കെ അമ്മ, കണ്ണൻ കിടക്കാൻ പോവാ. ഡാഡി, അമ്മ, ഗുഡ് നൈറ്റ്. ഇവ കണ്ണൻ സീരിയസ് ആണല്ലോ. അവൻ കുഞ്ഞല്ലേ, പതിയെ പറഞ്ഞു മനസ്സിലാക്കാം. പറഞ്ഞു മനസ്സിലാക്കാന്നോ? എന്തു പറയാൻ? ഇനിയിപ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞാലും അവന് മനസ്സിലാവത്തില്ല. ഇനിയിപ്പോൾ അവന് മനസ്സിലായാലും എനിക്ക് മനസ്സിലാവുന്ന തോന്നുന്നില്ല. അയ്യടാ, ചാട്ടം എങ്ങോട്ടാന്ന് മനസ്സിലായി. മനസ്സിലായ സ്ഥിതിക്ക് വെച്ച് താമസിപ്പിക്കണം. അയ്യടാ, പോയെ പോയെ പൊന്നു മോൻ, എന്റെ കൈ വിട്ടേ. കണ്ണൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അവനൊരു കുഞ്ഞനിയനോ അനിയത്തിയോ വേണം. അപ്പം എങ്ങനെയാ, തുടങ്ങുമല്ലേ? തൊട്ടു പോരുത്. ഇവ ഇവ തന്നെയാ. നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലാന്ന്? നിങ്ങളെ എല്ലാ കളിക്കും ഞാൻ നിന്ന് തന്നിട്ട് അവസാനം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ഇനി എൻ്റെ അടുത്തേക്ക് അതും പറഞ്ഞ് വരികയേ വേണ്ട. ഇവ മര്യാദയ്ക്ക് ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അങ്ങനെ ഇപ്പം ഞാൻ നിന്നെ വിടത്തില്ല. ഇങ്ങോടി. അങ്ങനെ സന്തോഷ സങ്കടമൊക്കെ ഉള്ള 2-3 വർഷം കടന്നുപോയി. അവർക്കിടയിൽ സന്തോഷങ്ങൾ പുതുക്കാനായിട്ട് ഒരു കുഞ്ഞതിഥി കൂടെ വന്നിരുന്നു. അച്ഛമ്മ, അച്ഛ, വാവയെ നോക്കി, എന്ത് ക്യൂട്ടാ. അമ്മയെ പോലെ തന്നെയുണ്ട്. മതി കണ്ണ, അവൻ ഇങ്ങത്താ. അച്ഛമ്മ കുറച്ചു നേരം എടുക്കട്ടെ. ഇങ്ങത്താ കണ്ണ. കണ്ണനെക്കാളും ഇപ്പൊ ചെറിയ കുട്ടിയാണ് എന്റെ ഭാര്യ. കിച്ചു സാർ, വല്യമ്മയുടെ റൂമിൽ നിന്റെ അമ്മയുണ്ട്. നീ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വന്നേ. അടുത്ത മാസല്ലേ നിന്റെ ഡേറ്റ് പറഞ്ഞ? കിച്ചൂസിന്റെ പുറകെ ഓടാതെ നീ നിന്നെ ശ്രദ്ധിക്കേ. ഓ, ശ്രദ്ധിച്ചോളാവേ. എന്റെ പൊന്നിവ, നിനക്ക് ഫ്രീ ആയിട്ടൊന്നിനെ കിട്ടിയതുപോലെയല്ല, ഞാനേ എക്സ്പീരിയൻസ് ഉള്ള ആളാ. ആഹാ, ആരത്? കിച്ചൂസോ? വാടാ. ഇതാണ് എന്റെ ഹസ്ബൻഡ്. എന്നെ നോക്കാൻ എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. ഹലോ ഹലോ, അവൻ്റെ തൊട്ടു പുറകെ ഞാനുണ്ടായിരുന്നു. ഓ, ഉണ്ടായിരുന്നു. എന്നാലേ എനിക്കൊരു മസാല ദോശ വാങ്ങി തരുമോ? ആ, ഇതാ ഞാൻ നിന്റെ മുന്നിൽ വരാത്തെ.
അമ്മയുടെ സുന്ദരിയെ കണ്ട് കളിക്കാണോടി? നിന്റെ ചെറിയമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഡാഡി വന്നിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ. ഇവ എടോ ഒരു സന്തോഷ വാർത്തയുണ്ട്. ലച്ചുവിന് ആൺകുഞ്ഞാ. ആണോ? കല്ലൂസി, നിന്റെ കൂടെ കളിക്കാൻ ഒരാളെ കൂടെ വന്നല്ലോ. അല്ല, എന്റെ കൊച്ചെവിടെ? അവനെ ഇങ്ങോട്ടൊന്ന് കണ്ടതേയില്ലല്ലോ. എവിടെ പോയി? ആ, അവൻ അവിടെ താഴെയുണ്ട്. ആണോ? എന്ന് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. കല്ലൂസി, ഡാഡിയുടെ അടുത്ത് കുറുമ്പ് കാണിക്കാതെ ഡാഡിയുടെ കൂടെ ഇരിക്കട്ടോ. ആ, ഓക്കേടാ. ആ, എന്തായാലും ഞാൻ പറഞ്ഞ ടൈമിൽ നീ എത്താൻ നോക്ക്. ആ, ശരി എന്നാ. ആ, അങ്ങനെ അവൻ്റെ അടുത്ത് പറഞ്ഞു. രാം ഇതെപ്പോ വന്നു? നീ ആരെയാ വിളിച്ച? ഓ, അതോ, ഞാൻ കിഷോറിനെയാ വിളിച്ച. എന്തിന്? അത് മോളുടെ ഫസ്റ്റത്തെ ബേഡേയില്. അപ്പൊ ഞാൻ അവനെയും കൂടെ വിളിച്ചു. എന്താ? ഇതിനെക്കുറിച്ച് നീ എൻ്റെ അടുത്ത് സംസാരിച്ചോ? എൻ്റെ അടുത്ത് ചോദിച്ചോ നീ? എന്താടാ ഇതൊക്കെ ചോദിക്കണം? എനിക്ക് അവൻ എങ്ങനെയാന്ന് നിനക്കറിയില്ലേ? അവൻ എന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങെടുക്ക്. ഇങ്ങ വാക്കല്ലോ. ആ, എന്തു പറ്റി? എന്താ? അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, കുട്ടിയുടെ ഡയപ്പർ ഒന്ന് മാറ്റണേ. ഞാനല്ല ചെല്ലട്ടെ. ബൈ. ഇവ ഡി എന്നാ ഞാൻ ഇറങ്ങുവാ. ഓ, ഇറങ്ങുവാണോ? ടൈം ഇത്രയായില്ലേ? അതെ, ടൈം ഇത്ര ആയില്ലേ മോനെ? ഇനിയിപ്പം നാളെ പോവാം. ഇന്നിവിടെ നിന്നോ? അയ്യോ വേണ്ട ആൻറ്റി, കുറച്ച് നേരത്തെ യാത്രയല്ലേ ഉള്ളൂ, ഞാൻ പൊക്കോളാം. ജോ, ടൈം ഇത്രയായില്ലേ? എല്ലാവരും പറയുമല്ലേ നീ ഇവിടെ നിൽക്കടാ. അതെ കിഷോർ, എന്തായാലും എല്ലാവരും പറയുമല്ലേ ടൈം ഇത്രയായി. താനിവിടെ നിന്നോ? അല്ല, തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ നിന്നോ. അത് അനു പ്രഗ്നന്റ് അല്ലേ, അവളെ തനിച്ചാക്കാൻ പറ്റില്ലല്ലോ. ഓ അതെ, ഞങ്ങൾ ആ കാര്യം മറന്നു. ആ, എന്നാ ഞാൻ ഇറങ്ങുവാ. പിള്ളേരെല്ലാം ഉറങ്ങിയില്ലേ? റാം, ഞാൻ ഇറങ്ങുവാ. നമുക്ക് കാണാം. ആ, നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ജോ. ബൈ. ബൈ കിഷോർ. ഗുഡ് നൈറ്റ്. ഇവ എടോ, ഉറങ്ങിയോ താൻ? നമുക്ക് രാവിലെ സംസാരിക്കാറാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഓക്കെ, താൻ കിടന്നോ. എന്താ റാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ, താൻ എന്തിനാ കിഷോറിനെ അങ്ങനെ വിളിച്ചേ? അതാണോ? താൻ അവനെ കിഷോർ എന്നല്ലേ വിളിച്ച? ഇപ്പം എന്താ ജോ എന്നൊക്കെ വിളിക്കുന്നേ? എന്താ റാം, ഞാനങ്ങനെ വിളിക്കുന്ന റാമിന് ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, അങ്ങനെയല്ല. താൻ ഇതുവരെ അങ്ങനെയല്ലല്ലോ വിളിച്ചിരുന്നേ. ഞാനവനെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, ഈ വീട്ടിലോട്ട് വരാൻ മുന്നേ. ഹോ, ഇങ്ങോട്ട് വരാൻ മുന്നേ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയുമോ? എന്താ? താനെന്ന് പറഞ്ഞില്ലേ അവൻ്റെ കൂടെ താൻ ഹാപ്പി ആയിരുന്നു എന്ന്. ഇപ്പോൾ താൻ എൻ്റെ കൂടെ ഹാപ്പിയാണോ? നമുക്ക് രാവിലെ സംസാരിക്കാം. ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്.
ഇവ ഡി ഉറങ്ങിയല്ലേ ഒരു കുറുമ്പി? ഇവ ഒന്ന് നിന്നടി. ഇവ നീ ഓൾറെഡി ടയേർഡല്ലേ, നമുക്കൊന്നൂടെ. പോയി കൊച്ചുണർന്ന് കിടക്കാട്ടോ. മാറി മാറി. നിക്കടി ഒരു 5 minutes പ്ലീസ്. പ്ലീസ് ഇവ. റാം വേണ്ട. അയ്യ മാറങ്ങോട്ട് മാറി. ഇവ പോലെ നിക്കടി ഇങ്ങ്. റാം ഡാഡി മമ്മി ഞാൻ അകത്തോട്ട് വന്നോട്ടെ? അയ്യോ അമ്മ ഞാനൊന്നും കണ്ടില്ല കേട്ടോ. അല്ല കണ്ണ, നീ എന്താ കറങ്ങി നടക്കുന്നെ? ചെന്ന് കിടന്ന് റൂമിൽ ചെന്ന് കിടക്ക്, പൊക്കോ. എന്താ ഡാഡി എന്നെ അകത്തോട്ട് വിളിച്ചൂടെ? പോട്ടെ, നീ എന്തിനാ വന്നെന്നെങ്കിലും ചോദിച്ചൂടെ? അല്ല ഞാനെന്തിനു നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്? നീ നിന്റെ റൂമിൽ ചെന്ന് കിടക്ക്. എന്താ റാം കുട്ടികളടുത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ പൊന്ന് കണ്ണ ഇനി കയറി പോന്നെ. ഇവ ഡി പറ്റില്ല കാരണം നീ നിന്റെ റൂമിൽ ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. റാം എന്താ കണ്ണൻ്റെ അടുത്ത് അങ്ങനെയാണോ പറയാ? അത് നിങ്ങളുടെ കൊച്ചല്ലേ? അതെ, എൻ്റെത് തന്നെയാ. ഡാഡിയുടെ അത് തന്നെയാ. സാധാരണ ഡാഡിയല്ലേ റൂം മാറി കിടക്കാറ്. ഡാഡി പൊക്കോ, ഞാൻ എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെ കൂടെ കിടക്കാം. ഗുഡ് നൈറ്റ് ഡാഡി. വല്ല ആവശ്യമുണ്ടായിരുന്നു? ആവശ്യമുണ്ടായിരുന്നു. നിനക്കും കൂടി തരാടാ, എങ്ങ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി ഇങ്ങ് വാടിക്കുറുമ്പി. അമ്മയെ പോലെ നല്ല സുന്ദരി കുട്ടിയായിട്ട് പറയണം കേട്ടോടി. ഓയ് നിലങ്കോ, ഒരു ചിന്ന വിഷയം എനിക്ക് ഉങ്കിട്ട് പേസണം. ഈ സ്റ്റോറിയുടെ കഴിഞ്ഞെന്ന് വിചാരിച്ച് ആരും പൊടിയും തട്ടിപ്പോകരുത്. ഇതിനു മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റോറി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണം. ഈ സ്റ്റോറിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന പോലെ ആ സ്റ്റോറിക്കും എൻ്റെ കൂടെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ബൈ ആർമി.